എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനായിട്ട് ഇന്ന് ഇൻട്രോ ഒക്കെ എടുക്കുന്നത് അമ്മ അവിടെ അടുക്കളയിൽ നല്ല പണിയിലാണ്. ഇന്ന് ഞായറാഴ്ച വേണ്ട അതിൻ്റെ പണികളിലൊക്കെയാണ്. അപ്പോൾ അതേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. ആനിവേഴ്സറിക്ക് ഞാൻ ചെറിയ ഡാൻസും കളിച്ച് പിന്നെ എനിക്ക് നാടകത്തിൻ്റെ പ്രൈസും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ പോയി കാണണ്ടേ, വേഗം പോയി കണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ സുധുവിൻ്റെ ആനുവൽ ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആനുവൽ ഡേക്ക് ഞാൻ ഒരു രാവിലെ തന്നെ സുധുവിനെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിയിട്ട് സമയമായപ്പോൾ അവൻ്റെ ഡാൻസിൻ്റെ സമയമായപ്പോൾ ഞാനും കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കായിരുന്നു, തിമിർത്ത് ആഘോഷിക്കായിരുന്നു. ഞാൻ നോക്കുമ്പോൾ സുധുവൊക്കെ ദേ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്ന് അറിഞ്ഞൂടാ. സുധു അവിടെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയൊക്കെ നടക്കുന്നുണ്ട്. ദൈവം ടീച്ചറാണെങ്കിൽ അവന്മാരോട് എല്ലാവരോടും അടിപൊളിയായിട്ട് കളിക്കണമെന്നൊക്കെ പറയണ്ട. ടീച്ചറെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പിള്ളേർക്ക് എല്ലാ കാര്യങ്ങൾക്കും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടീച്ചറാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടി ലാസ്റ്റത്തെ ആനിവേഴ്സറി അടിച്ച് പൊളിച്ചല്ലേ? അതെ അതെ, നമ്മുടെ ടീച്ചറോട് നിൽക്കണ്ടട്ടാ. ടീച്ചറിൻ്റെ ഓമന കുട്ടികളാണ്, എല്ലാവരും ഓമന കുട്ടികളാണ്. കഴിഞ്ഞ വർഷം ടീച്ചർ ഇവരെ സെറ്റ് ചെയ്ത് ഡാൻസ് കളിപ്പിച്ചിരുന്ന് അവരും കഴിഞ്ഞ വർഷം കളിച്ചവർ തന്നെയാണ് ഈ വർഷം ഉള്ളത്. ഇവർ അടിച്ച് പൊളിച്ച് കളിച്ച് നമുക്ക് ഇവരെ കളിയൊന്ന് പോയി കണ്ടിട്ടോ വന്നാലേ, കണ്ടാലോ? അങ്ങനെ അന്നത്തെ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോന്നിട്ടാ. പിറ്റേ ദിവസം ഇരുന്ന് ഇവർക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടണത്. അപ്പോൾ ഇവന് ഉപജില്ലയിലും ജില്ലയിലും പോയതുകൊണ്ട് തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡാൻസിൻ്റെ സമയത്ത് ടീച്ചർ അധികം സംസാരിക്കാതിരുന്നത് ടീച്ചർക്ക് ഇത്തിരി നാണമുള്ളത് കൊണ്ടാണ് കേട്ടോ. ടീച്ചർ അപ്പോൾ പറഞ്ഞിരുന്നു, ഗീതു ഞാനൊന്നും സംസാരിക്കില്ല കേട്ടോ, പിള്ളേർ എന്തെങ്കിലും സംസാരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ടീച്ചർ പറഞ്ഞു കൊടുത്താണ് അവന്മാരങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രൈസ് വാങ്ങിക്കാനായിട്ട് വന്ന് ഇന്നും ഞാൻ ഉച്ചയായപ്പോൾ ആ സമയമായപ്പോഴാണ് കേട്ടോ വന്നത്. കടയിൽ നിന്ന് ഒരു 2 ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആ സമയമായപ്പോൾ വന്ന്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരു 900-ന് മുകളിൽ പരം കുട്ടികൾക്ക് സമ്മാനങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും A to Z എല്ലാ കാര്യങ്ങൾക്കും സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ വിധത്തിലും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ സുധുവിൻ്റെയൊക്കെ സമയമായിട്ടാ. ജില്ലയും ഉപജില്ലാ തലമൊക്കെ ആയപ്പോഴേക്കും സുധു അവിടെ പോയി നിൽക്കണ്ട കേട്ടോ. അപ്പോൾ സുധുവിൻ്റെ ടീമിലുള്ളവർ, നാടകത്തിലുള്ളവർ എല്ലാവരും ഒക്കെ പോയി നിൽക്കണ്ടായിരുന്നു. അങ്ങനെ സുധുവിൻ്റെ സമ്മാനം നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ നിന്നാണ്, ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്നാണ് നമുക്ക് സമ്മാനം മേടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ബിസാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനവിടെ സ്കൂളിലുണ്ടായിരുന്നപ്പോഴും എനിക്കും ഒരു നല്ലൊരു എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു സപ്പോർട്ടീവായ സാറായിരുന്നു. സുധുവിന് സാറിന് സമ്മാനം മേടിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ സുധുവിൻ്റെ സമ്മാനമൊക്കെ മേടിച്ച് സുധുവിൻ്റെ ആ വരവ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം അവസാനം ആനിവേഴ്സറിയും കഴിഞ്ഞ് ഹലോ. അപ്പോൾ സുധപ്പൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. എനിക്കത് കുറച്ച് സ്പീഡ് കൂട്ടിയിടേണ്ട വന്നിട്ടാ. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇന്നലെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തൊക്കെ ആയിരുന്നു. സുധു ഒരു അടിപൊളി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ട് സുധു തന്നെ അത് ക്ലോസ് ചെയ്തതൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോ. പക്ഷേ ഇല്ലേ, കോപ്പിറൈറ്റ് കിട്ടി കാരണം പിന്നെ ആ വീഡിയോ ഇടാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ
ഞങ്ങളത് സ്പീഡ് കൂട്ടി. കാരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സുധുവിൻ്റെ ഡാൻസ് ഫുള്ളായിട്ട് പാട്ട് ഉൾപ്പെടെ ഇടുമോ തക്കൂന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പാട്ടിടുമ്പോൾ എന്തായാലും കോപ്പിറൈറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടാതിരിക്കുന്നു. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട്, പക്ഷേ പിന്നെയും കോപ്പിറൈറ്റ് കിട്ടി. അത് കാരണം പിന്നെ ഞാനത് ആ സ്പീഡിലേക്ക് ആക്കി മാറ്റിയത് അതാണ്. അപ്പം ഡാൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അപ്പം പ്രത്യേകിച്ച് ഇതിൽ പറയാനുള്ളത് നമ്മുടെ ടീച്ചറിൻ്റെ കാര്യമാണ് അല്ലേ സുധു? എന്താ മിണ്ടാതിരിക്കണ? നേരത്തെ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് സുധു ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടാ അല്ലേ? അപ്പം എന്താണ് നമ്മുടെ ടീച്ചറിനെ കുറിച്ച് സുധുവിന് പറയാനുള്ളത്? ടീച്ചർ 6ലെ 7ലൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു. ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു എല്ലാ കാര്യത്തിനും. പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും ശരി, കായികത്തിൻ്റെ കാര്യത്തിലായാലും എന്തിലായാലും ശരി. സുധു ഒരു റീല് ചെയ്താൽ പോലും ടീച്ചർ എല്ലാ കുട്ടികളായിട്ടും അങ്ങനെ തന്നെയാണ്. എല്ലാവരെയും എന്താണ് കഴിവ് കുട്ടികൾക്കുള്ളതെന്ന് വെച്ചാൽ അത് വളർത്തിയെടുക്കാനായിട്ട് നോക്കുന്ന ഒരു ടീച്ചറാണ്. നമ്മുടെ കണ്ണനെയും ശ്രുതിനെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ്. ഞാനവിടെ സ്കൂളിൽ ജോലി ചെയ്തിരുന്നപ്പോഴുള്ള തുടങ്ങിയുള്ള കൂട്ടാണ് കേട്ടോ ടീച്ചറായിട്ടുള്ള. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ടീച്ചർക്ക് കുറച്ച് നാണായതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ അധികം വർത്താനമൊന്നും പറയാനായിട്ട് ടീച്ചർ വന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ടീച്ചറിനെ ഞാൻ പിടിച്ചു വലിച്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവായ ടീച്ചറാണ്. അപ്പോൾ സുധപ്പനാണെങ്കിൽ ടീച്ചറിൻ്റെ കാര്യം ഈ വർഷം ടീച്ചർ ക്ലാസ് 6ലും 7ലും പഠിപ്പിച്ചാൽ ഇനി 8ലുണ്ടാവില്ലെന്ന് പറയുമ്പോൾ തന്നെ സുധുവിനൊരു വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഞാനെങ്ങനെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചെയ്യണതാണ് അല്ലേ? അപ്പം അതിൻ്റെ ഒരു വിഷമം നമ്മൾ സുധപ്പൻ്റെ മുഖത്ത് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.